എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസ് മലയാളത്തിൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡ് നോർമൽ രീതിയിലാണ് പോയത്. തുടക്കത്തിൽ തന്നെ എനിക്ക് പറയാനുള്ളത്, അനുമോളെ കുറ്റക്കാരനാക്കാൻ ലാലേട്ടൻ ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് തോന്നിയതായിരിക്കും, ഞാനിപ്പോൾ ഷോർട്സിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ആര്യൻ്റെ ക്യാപ്റ്റൻസിയിലെ കാര്യത്തിൽ നമുക്കെല്ലാം തോന്നിയൊരു സംഭവമാണ് ഇല്ലേ. അതായത് ആര്യന് ക്യാപ്റ്റൻസി കൂടുതൽ കിട്ടുന്ന കൂടുതൽ ക്യാപ്റ്റൻസിയെക്കാട്ടിൽ കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആര്യൻ ശ്രമിച്ചത്. നമുക്ക് പ്രേക്ഷകർക്ക് എല്ലാം മനസ്സിലായിട്ടുണ്ട്, ഹൗസ് മേറ്റിനും മനസ്സിലായിട്ടുണ്ട് അല്ലേ. അത് ഓക്കെ, ലാലേട്ടൻ പറഞ്ഞിട്ട് കറക്റ്റാണ്. ഇമ്മ്യൂണിറ്റിയാണ് ആവശ്യം, ക്യാപ്റ്റൻസി ആവശ്യമാണ്. അപ്പം അനുമോൾ പറഞ്ഞ കാര്യം ലാലേട്ടന് തീർച്ചയായിട്ടും മനസ്സിലായിട്ടുണ്ട്, ഹൗസിലുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ലാലേട്ടൻ അങ്ങനെ ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ അഭിനയിച്ചെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എനിക്ക് തോന്നുന്നു അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്തോ ഒരു അനുമോടെ വായിൽ നിന്ന് എന്തോ ഒരു വീഴാൻ വേണ്ടിയിട്ട് ശ്രമിച്ച പോലെ തോന്നി. അതിൽ നിന്നിട്ട് എന്തോ പറയാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് തോന്നി. പക്ഷെ അതുപോലെ വരാത്തതുകൊണ്ടായിരിക്കും ലാലേട്ടനൊന്നും മനസ്സിലാകാത്ത രീതിയിൽ കാണിച്ചത്. ലാലേട്ടനെ കുറ്റം പറയുന്നതല്ല. മനസ്സിലായോ? ലാലേട്ടനെ കുറ്റം പറയുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ ഇത് മാത്രം പറയുന്നതാണ്. എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അനുമോളെ കുറ്റക്കാരിയാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആഴ്ചയിലും അനുമോൾക്ക് കിട്ടുമല്ലോ. അപ്പം അങ്ങനെ ഒരു കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രത്യേകിച്ച് പറയാനുള്ള ഇന്നത്തെ കാർഡുകൾ, എല്ലാ കാർഡുകളും കിട്ടിയേക്കുന്നത് അനുമോക്കും അനീഷിനുമാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അനീഷും അനുമോളും ഹാപ്പിയാണ്. കാരണം അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നതും ഏറ്റവും കൂടുതൽ പ്രശസ്തരായിക്കൊണ്ടിരിക്കുന്നതും അനുമോളും അനീഷാണ്. അവർക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് മനസ്സിലായി കാണും. കാരണം ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, പ്രേക്ഷകർ അഭിപ്രായം ഇത് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോൾ അനുമോൾ പറഞ്ഞ് അങ്ങനെ തന്നെ ആയിരിക്കുമെന്ന്. അപ്പം തീർച്ചയായിട്ടും പ്രേക്ഷകർ അഭിപ്രായം തന്നെ ഇത് തന്നെ ആയിരിക്കും എന്ന് അവർക്ക് മനസ്സിലാക്കി. അവർക്ക് കോൺഫിഡൻസ് കൂടിക്കാണും. മറ്റുള്ളവർക്കൊന്നും അധികം കിട്ടിയിട്ടില്ല. പിന്നെ കിട്ടിക്കുന്ന ആദിലേക്കാണെന്ന് തോന്നുന്നു, ആര്യനും കിട്ടിയിട്ടുണ്ട്, ഷാനവാസിനൊക്കെ ഒന്നേ കിട്ടിയിട്ടുള്ളൂ, അതിലേക്കും കിട്ടും. അതുപോലെ നെവിന് കിട്ടിയിട്ടില്ല, നെവിന് ഒന്നും അങ്ങോട്ട് കിട്ടിയിട്ടുള്ളായിരുന്നു. അപ്പം എന്തായാലും അവർക്ക് മനസ്സിലായി കാണും. എന്തായാലും പ്രേക്ഷകർക്ക് ഇവർ പുറത്ത് ഫേമസ് ആണ്, ഓൾറെഡി ഫേമസ് ആണ്, എന്നാലും ഇവരെക്കുറിച്ച് ചർച്ചകളുണ്ടെന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ടാകാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ നെവിൻ്റെ കാര്യം, നെവിൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ലേ. നെവിൻ ഇങ്ങനെ എന്തെങ്കിലും ആരെല്ലാം ചോദിക്കുമ്പോൾ വേറൊരു കഴിഞ്ഞ് മറിഞ്ഞ് ഇങ്ങനെയൊക്കെ സംസാരിക്കും, എന്തിനാന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നെവിൻ നീ എന്താണ് കാണിക്കുന്നത്? കുറച്ചൊക്കെ ഡീസൻസി ആയിട്ട് ലാലേട്ടൻ, ഇത്രയും ബഹുമാനപ്പെട്ട ഒരു മനുഷ്യനോട് ഇത്രയൊക്കെ ഡീസൻസ് ആയിട്ട് സംസാരിക്കണ്ടേ? എന്തൊക്കെയാണ് കാണിക്കുന്നത്? അതുപോലെ നെവിൻ്റെ കാര്യം, അനുമോളുടെ ഇത് എറിയാൻ പോകുന്ന കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കുമെന്ന് എനിക്ക് തോന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഈ കാര്യങ്ങളൊന്നും ലാലേട്ടൻ ചോദിക്കത്തില്ല. കാരണം അത് നെവിനും അക്ബറും ഒക്കെ ഉള്ളത് കൊണ്ടായിരിക്കും. ലാലേട്ടൻ്റെ കുറ്റമല്ല ഞാൻ പറഞ്ഞത്, ബിഗ് ബോസ് മേക്കേഴ്സിൻ്റെ കാര്യമാണ് കേട്ടോ. ലാലേട്ടൻ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. ലാലേട്ടൻ അത് പറയുന്നതിനുള്ളിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. മേക്കേഴ്സ് അത് ഒരിക്കലും നെവിൻ്റെ കുറ്റം എതിരായിട്ടും പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല, അക്ബറിൻ്റെ കുറ്റം പറഞ്ഞത് കണ്ടില്ല. ഇവരെ രണ്ടിലും സേഫായിട്ട് വെക്കുന്ന രീതിയിലാണ് മറ്റുള്ളവർ. അതായത് ഷാനവാസിൻ്റെ നിവൃത്തി കിട്ടുമ്പോൾ പറഞ്ഞാൽ ഇപ്പോൾ അനുമോടെയും അനീഷിൻ്റെയും തലയിൽ ആണ് ഏറ്റവും കൂടുതൽ കുറ്റങ്ങൾ വരുന്നത്. അതായത് എന്തൊക്കെ നെവിനൊക്കെ കാണിച്ചാലും ശരി, അതൊന്നും ആരും പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. നെവിൻ എന്തിനാണ് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. നാളെ ഇനി ചോദിക്കുമോ അറിയത്തില്ല ലാലേട്ടൻ അനുമോളോട് കാണിച്ചത്. ഇതെല്ലാം മിക്കവാറും അനുമോളുടെ തലയിലാവും, ഞാൻ പറയില്ല, അങ്ങനെ വരത്തുള്ളൂ. ഒന്നും ചോദിക്കത്തില്ല, എന്താ വെച്ചാൽ അനുമോളുടെ വിഷയങ്ങളായതുകൊണ്ട്. എന്തുവാ എനിക്കറിയത്തില്ല. അതുപോലെ ആര്യനും അതുപോലെ തന്നെയാണ്. പിന്നെ കള്ളത്തരത്തിൻ്റെ കാര്യം അത്ര പണിഷ്മെൻ്റ് ഒന്നും കൊടുക്കാതെ, സത്യം പറഞ്ഞാൽ ആര്യന് പണിഷ്മെൻ്റ് കൊടുക്കേണ്ടതായിരുന്നു. ഈ മോഷ്ടിച്ച്, എനിക്കറിയത്തില്ല, ഒരു കോയിൻ കാണുന്നില്ല എന്ന് പറയുന്നുണ്ട്. കോയിൻ ഇനി ആരാണ് മോഷ്ടിച്ചതെന്ന് നമുക്കറിയത്തില്ല. എന്തുവായാലും അതുപോലെ തന്നെ അനീഷിൻ്റെ ഭാഷയെക്കുറിച്ച്, എന്താണ് ഭാഷയ്ക്ക് എന്തിൻ്റെ പ്രശ്നമാണ്? ഭാഷ എന്താ പറഞ്ഞാൽ എന്താ? അനീഷ് പറയുന്നുണ്ട് മലയാളം സംസാരിക്കാൻ, ഓക്കെ, അതിൻ്റെ ആയിട്ടുള്ള ഇതിൽ വിട്ടാൽ മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ, ഓക്കെ, അതൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്നതിന് എന്താണ് പ്രശ്നം? എനിക്ക് മനസ്സിലാകുന്നില്ല. മലയാളത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന് എന്തെല്ലാമാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എനിക്കറിയത്തില്ല. എന്തായാലും ഇപ്പം ഇത്രയും കാർഡുകൾ കിട്ടുമ്പോൾ തന്നെ എന്തായാലും അനീഷിനും അനുമോക്കും മനസ്സിലാക്കണം, ഇവരാണ് ഏറ്റവും വലിയ ആൾക്കാരെന്ന് മനസ്സിലാക്കണം പ്രേക്ഷകരുടെ ഇടയിൽ. പിന്നെ പ്രത്യേകിച്ച് കോടതിയുടെ ഉണ്ടായിരുന്നു. കോടതിയിലെ അതുപോലെ തന്നെ നെവിൻ എന്തൊക്കെയാണോ വന്ന് പറയുന്നത് എനിക്കറിയത്തില്ല. എന്തൊക്കെ പറഞ്ഞു കൂട്ടുന്നുണ്ട് എനിക്കറിയത്തില്ല, എന്തൊക്കെയാ നെവിൻ പറഞ്ഞു കൂട്ടുന്നതെന്ന്. നെവിൻ്റെ വിചാരം എന്തോ ഒരു സംഭവമാണെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് മനസ്സിലാകുന്നത് നെവിൻ്റെ ഈ ആക്ടിംഗ് ഒന്നും കാര്യങ്ങളൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. പിന്നെ അതുപോലെ കോടതിയിൽ എവിടെ മോഷ്ടിച്ച അക്ബറിൻ്റെ എല്ലാം കാണിക്കാം.
പല പല ടാസ്കുകളും അക്ബർ കുളവാക്കുന്നുണ്ട്. അതൊന്നും പ്രശ്നമില്ല. അക്ബറിന്റെ കോയിൻ പാവ പോയപ്പോൾ അക്ബറിന് വിഷമം. മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും കുളവാക്കിയതിന് ഒരു പ്രശ്നവുമില്ല അക്ബറിന്. എന്തായാലും നോക്കാം. നാളത്തെ എപ്പിസോഡിൽ ഇനി ആരാണ് എവിക്റ്റ് ആണെന്ന് അറിയത്തില്ല. എനിക്ക് അതിൽ പ്രൊമോ വന്നിട്ടുണ്ട്. പ്രൊമോയിൽ കാണിക്കുന്ന അക്ബറും അവളെ തന്നെ ലക്ഷ്മിയാണ് പറയുന്നത്. അക്ബറാണോ ലക്ഷ്മിയാണോ പോകുന്നതെന്ന് പറയുന്നുണ്ട് ഇവർ രണ്ടിൽ. ബാക്കിയുള്ളവർ സേഫാന്ന് തോന്നുന്നു. അറിയില്ല. മിക്കവാറും അക്ബറിനെ അകത്ത് കൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് തിരിച്ചു വിടുമായിരിക്കും എന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ കമന്റ് കണ്ടു. അതുകൊണ്ട് പറഞ്ഞേട്ടോ. അതായത് അക്ബറിനെ അകത്ത് കൊണ്ടിട്ട് ലക്ഷ്മി പുറത്തു പോകും. അക്ബറിനെ അകത്ത് കൊണ്ടിട്ട് ഉപദേശിച്ചൊക്കെ വിടും. ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്നിട്ട് തിരിച്ചു കൊണ്ടുവിടും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. എന്തായാലും അക്ബർ ഔട്ടാകാൻ ചാൻസ് വളരെ കുറവാണ്. അറിയത്തില്ല. എന്തായാലും ഇത്രയൊക്കെ ഉള്ളായിരുന്നു. എന്തായാലും കാണുന്നതിന് വരെ ബൈ ബൈ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.